അങ്കിൾ അങ്കിൾ എന്താ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങാണോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം. ഞങ്ങളിവിടെ വന്നിട്ട് അങ്കിളും ആന്റിയും ഒന്ന് കാര്യമായി സംസാരിച്ച പോലുമില്ലല്ലോ. എന്താ അങ്കിൾ ഞങ്ങളോട് ഇങ്ങനെ അന്യരെ പോലെ പെരുമാറുന്നേ? ജോബിൻ പ്ലീസ്, ഇന്നലെ വരെ ജോബിന് ഈ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ സഹകരിച്ചത്. ഇന്നിങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ അതിനുള്ള കാരണവും ജോബിന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അത് മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാനായിട്ട് മുൻകൈ എടുത്ത് ഇങ്ങോട്ട് വന്നത്. അങ്കിൾ ഓഫീസിൽ ഇപ്പൊ തന്നെ പോകണമെന്ന് നിർബന്ധമാണോ? അത് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ അത്യാവശ്യമാണെങ്കിലും എനിക്കിപ്പോൾ അങ്കിളിനോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കേട്ടിട്ട് പോകാനുള്ള മനസ്സ് കാണിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ജോബിൻ, തനിക്ക് എന്നോട് എന്റെ മകളെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളതെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് മാത്രമല്ല, അശ്വതിക്കും അവളുടെ അമ്മയ്ക്കും ഒക്കെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അത്രമേൽ ഞങ്ങൾക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് ഞങ്ങളെക്കാൾ വലുത് മറ്റു പലരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആ കാര്യത്തിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. നോ അങ്കിൾ, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ അങ്കിളിനാവില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിപ്പോ എനിക്ക് ഊഹിക്കാനാവും. അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ അങ്കിളിനെ ആന്റിയെ ഒന്നും ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യും. പക്ഷേ ഇതിനിടയിൽ എല്ലാവരും മറന്നുപോയൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് മാളു അപ്പുവിനോടൊപ്പം പോയി എന്നുള്ളതിന്റെ കാരണം ആരും അന്വേഷിച്ചില്ല. എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ ചിന്തിച്ചു, ഉറപ്പിച്ചു. അല്ലാതെ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ ആരും അത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല, ഞാൻ ഉൾപ്പെടെ. അപ്പുവും മാളും അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ട് മാളു ഇന്ന് എന്നോടൊപ്പം നിൽക്കുന്നത്. ജോബിന് അവളെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നതെങ്കിൽ അത് നല്ലതാ. പക്ഷെ ഞങ്ങൾക്കത് വേണമെന്നില്ല. അങ്കിൾ പ്ലീസ്, ഇങ്ങനെ മുൻധാരണയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കരുത്. അങ്കിളൊന്ന് വന്നേ, എനിക്ക് പറയാനുള്ളത് അങ്കിളൊന്ന് കേട്ടേ പറ്റൂ. എന്നോട് ഇത്തിരിയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അങ്കിൾ അതിന് തയ്യാറാവണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, പ്ലീസ്. ജോബിനല്ലേ വിളിക്കുന്നത്? ചെല്ലു മുരളിയേട്ടാ. വരൂ അങ്കിൾ. അങ്കിളിൻ്റെയോ ആൻറ്റിയുടെയോ വിജയങ്കളുടെയോ ഗീതാൻ്റിയുടെയോ സമ്മതമില്ലാതെയാ അപ്പവും മാളുവും ഇങ്ങനൊരു ഡിസിഷൻ എടുത്തു എന്നുള്ളത് നേരെ തന്നെയാണ്. പക്ഷേ ഞാനൊരു കാര്യം സിൻസിയറായിട്ട് ചോദിച്ചോട്ടെ. മാളുവിനെ കുറച്ച് ദിവസം തൻ്റെ ഒപ്പം വിടണമെന്ന് അപ്പോൾ നമ്മളോട് ആരോടെങ്കിലും നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അതിന് സമ്മതിക്കുമായിരുന്നോ? അങ്കിൾ സത്യസന്ധമായിട്ട് പറയുക. ഇല്ല, ഈ പറഞ്ഞവരാരും അപ്പുവിനെയോ മാളുവിനെയോ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാവില്ലായിരുന്നു. പകരം നമ്മൾ ആ അവസ്ഥ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ മാളുവിനെ മറ്റാരെക്കാളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പുവിന്. അതുകൊണ്ട് തന്നെ ആരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ അപ്പു ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. ആ ഡിസിഷൻ ന്യായമായതും യുക്തിക്ക് നിരക്കുന്നതും ആയതുകൊണ്ടാണല്ലോ അഡ്വക്കേറ്റ് നന്ദകുമാറും പിന്നെ ഡോക്ടർ ജയദേവനും അവർക്കൊപ്പം നിന്നത്. അപ്പൊ ജോബിനെന്താ പറഞ്ഞു വരുന്നത്? മാളു ഒരു മാനസിക രോഗിയാണെന്നാണോ? ഞാൻ പറഞ്ഞതിന് അങ്ങനൊരു അർത്ഥമില്ല അങ്കിൾ. പക്ഷേ മാനസികമായി മാളു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദം അതവളെ ക്രമേണ ഒരു രോഗാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഉതകുന്നതായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ സെൻസിറ്റീവായ ഒരാളാണ് മാളു. അതിനൊരു ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ അങ്കിൾ. ആദ്യമായി ഞാൻ മാളുവിനെ കാണുമ്പോഴും മാളു ഒരു മെന്റൽ ഡിലേമയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പല സന്ദർഭങ്ങളിലും അപ്പുവിൻ്റെ പ്രശ്നമായാലും പിന്നീട് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴായാലും മാളുവിനത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ മാളുവിൻ്റെ മനസ്സിനൊപ്പം നമ്മളെക്കാളും കൃത്യമായി സഞ്ചരിച്ചത് അപ്പു തന്നെയായിരുന്നു. ഒരർത്ഥത്തിൽ അങ്കിൾ കുറച്ചു മുമ്പ് പറഞ്ഞത് ശരിയാ. മാളു മറ്റാരെക്കാളും അപ്പുവിനെ സ്നേഹിക്കുന്നു, തിരിച്ചപ്പുവും. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് അവരെ നയിച്ചത് അവരുടെ രക്ഷിതാക്കൾ തന്നെയാ, അല്ലെന്ന് അങ്കിളിന് പറയാൻ പറ്റൂ. മാളുവിൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ഞാൻ വന്നപ്പോഴും അവളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ
അപ്പു അനുഭവിക്കാൻ പോകുന്ന അനാഥത്വത്തെക്കുറിച്ചുള്ള ഭയാശങ്കകളായിരുന്നു. അപ്പുവിന്റെ ജീവിതം അരക്ഷിതാവസ്ഥയിലാക്കിക്കൊണ്ട് മാളു ഒരിക്കലും ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാ ജോബിൻ. പക്ഷെ ആരോടും പറയാതെ രണ്ടുപേരും കൂടെ പുറപ്പെട്ടു പോവുകയായിരുന്നില്ലല്ലോ ഇതിനുള്ള പരിഹാരം. ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ, അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തിയിലെ തെറ്റും ശരിയും വേർതിരിച്ച് നോക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവരിരുവരും. അപ്പുവിനെ സംബന്ധിച്ച് മാളുവിനെ അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ട്രോമയിൽ നിന്ന് കരകയറ്റുക മാത്രമായിരുന്നു ലക്ഷ്യം. തിരിച്ച് മാളുവിനാവട്ടെ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളുടെ സാമീപ്യമായിരുന്നു ആവശ്യം. അല്ലാതെ അവർ തമ്മിലുള്ള റിലേഷനിൽ ഒരിക്കലും നമ്മളാരും സംശയിച്ചതുപോലൊരു കളങ്കം ഉണ്ടായിരുന്നില്ല, ഇനിയൊട്ടുണ്ടാവുകയില്ല. ഒരർത്ഥത്തിൽ അവരെ അത്തരത്തിൽ സംശയിച്ച നമ്മളൊക്കെ തന്നെയായിരുന്നു തെറ്റുകാര്. ഡോക്ടർ ജയദേവനുമായിട്ട് ഞാൻ മാളുവിന്റെ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരുന്നു. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ അങ്കിളിനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും അപ്പുവിൻ്റെയും മാളുവിൻ്റെയും റിലേഷനെ നമ്മൾ മോശമായൊരു പേഴ്സ്പെക്റ്റീവിൽ സമീപിക്കരുത്. അത് ചിലപ്പോൾ മാളുവിൻ്റെ തുടർന്നുള്ള ജീവിതത്തെ മോശമായിട്ട് ബാധിച്ചേക്കും. അങ്കിളിനോട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്താ മാളുവിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്കിള് സൗകര്യം പോലെ ആൻറ്റിയോട് ബ്രീഫ് ചെയ്താൽ മതി. മാളുവിൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ച സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഞാനും കൂടി കാരണക്കാരനാണെന്ന് അറിയാവുന്നതുകൊണ്ട് പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നത്. അങ്കിളിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനി ഈ മനസ്സിലെ തെറ്റിദ്ധാരണകൾ വെച്ച് മാളുവിനോട് ഇങ്ങനെ പിണങ്ങി നടക്കരുത്. പഴയതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചത്. വിപിയുടെ ജോലി കഴിഞ്ഞോ? എനിക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. വരുന്നു. അപ്പുവിനെ കൂടെ ഒന്ന് വിളിച്ചോണേ. എന്നും അപ്പനെ താനല്ലേ വിളിക്കാറ്? ഇന്നെന്താ ആ ജോലി എന്നെ ഏൽപ്പിച്ചത്? താൻ തന്നെ വിളിച്ചാ മതി. ആലോചിച്ച് സമയം കളയണ്ട, താൻ ചെന്ന് വിളിച്ചേ. അമ്മ നിന്നെ വിളിക്കാൻ വരികയായിരുന്നു. അതെയോ? ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയെന്ന്. അതൊന്ന് കൺഫേം ചെയ്യാൻ വന്നതാ. അങ്ങനെ താൻ വെട്ടിയാലും തന്നെ ഞങ്ങൾക്ക് വെട്ടി കളയാൻ പറ്റില്ലല്ലോ. അല്ലടോ ഗീത, താൻ ഇരിക്കുന്നില്ലേ? നിങ്ങൾ കഴിച്ചോ, ഞാൻ പിന്നെ ഇരുന്നോളാം. അതെന്ത് പറച്ചിലാടോ? ഇനി ഇവിടെ വേറെ ആരാ ഉള്ളത്? താനോട് ഇരിക്കേ. നമ്മൾ മൂന്നുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് എത്ര നാളായി? ഇരിക്കമ്മേ, വിപിയുടെ ഒരു ആഗ്രഹമല്ലേ, അതോർത്തെങ്കിലും ഒന്ന് സഹകരിക്ക. പിന്നെ അപ്പോ എന്താ ഇനി നിന്റെ അങ്ങോട്ടുള്ള പ്ലാൻ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, മുൻപുള്ള പ്ലാനൊക്കെ തന്നെയാ. സ്റ്റഡീസ് ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കണം. ഞാനത് നിന്നോട് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കൊന്നും സെറ്റിലായല്ലോ. ഇനിയെങ്കിലും നീ നിന്റെ കാര്യത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് തന്നെ എൻ്റെ പ്ലാനും. അല്ല, ഈ വീട് സ്ഥലം വിപി വിൽക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്തായി? അതൊന്നും ആയില്ല. നീ എന്താ ചോദിച്ചത്? എന്നാ അതൊന്നും ഇനി വേണ്ട. എന്നെയോ മാളുവിനെ കരുതി ആർക്കും ആരുടെയും വിലപ്പെട്ട ഒന്നും നഷ്ടപ്പെടുത്തണ്ട. ഇനിയിപ്പോ ഞാനും മാളുവും ആർക്കും ഒരു ഇഷ്യൂ അല്ലല്ലോ. കേട്ടോ വിപി,
ഇനി അങ്ങോട്ട് എന്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട്. നിങ്ങളോട് രണ്ടുപേരോടായിട്ട് പറയാനിരിക്കായിരുന്നു ഞാൻ. എങ്കിലത് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. നമ്മൾ 3 പേരും ഉണ്ടല്ലോ, അല്ലടോ? എന്താ അപ്പു നിന്റെ പ്ലാൻ? കേൾക്കുമ്പോ BP ഒറ്റയടിക്ക് നോന്നൊന്നും പറയരുത്. വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാ. പറയാലോ അല്ലേ? ധൈര്യമായിട്ട് പറയടോ. യൂണിവേഴ്സിറ്റിയിലെ ചില പേപ്പേഴ്സ് കൂടി റെഡിയാവാനുണ്ട്. എക്സാമിന് മുമ്പ് അതുകൂടി ഒന്ന് റെഡിയാക്കണം. അത് നമുക്ക് ശരിയാക്കാം. അടുത്ത പ്ലാൻ എന്താ? അടുത്തതാ ശരിക്കുള്ള എന്റെ പ്ലാൻ ചാർട്ട്. അത് രണ്ടുപേരും ശ്രദ്ധിച്ചു കേൾക്കണം. ഗീത പോയത് നീ കാര്യാക്കണ്ട. എന്താ പ്ലാൻ? ഞാൻ പിന്നീട് ഗീതയോട് അപ്ഡേറ്റ് ചെയ്തോളാം. അത് വേണ്ട BP. പറയാൻ തുടങ്ങിയപ്പോഴേ സംഗതി ചീറ്റിപ്പോയെന്ന് മനസ്സിലായി. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ കിടക്കുന്നില്ലേ? BP കിടന്നോ, ഞാൻ വന്നോളാം. താൻ അപ്പൂനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു. അതെങ്ങനെ ഒരു ഇൻസൾട്ടാവും BP? ഞാൻ ആരെയും ഇൻസൾട്ടൊന്നും ചെയ്തിട്ടില്ല. കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഗീത, അപ്പൂന്റെ പ്ലാൻ എന്താണെന്ന് കേൾക്കാൻ തനിക്ക് താല്പര്യമില്ലെങ്കിൽ നിശബ്ദയായി ഒരു കേൾവിക്കാരുടെ റോളിലെങ്കിലും ഇരിക്കാമായിരുന്നു. താൻ അങ്ങനെ ബിഹേവ് ചെയ്തതിന് നഷ്ടം എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? ഒന്ന്, എന്താണ് അപ്പൂവിന്റെ മനസ്സിലെ പദ്ധതികളെന്ന് അറിയാനുള്ള അവസരം നമുക്ക് നഷ്ടമായി. അതിലുപരി തൻ്റെ ആ പ്രവൃത്തി കൊണ്ട് അപ്പൂവിന്റെ സെൽഫ് കോൺഫിഡൻസ് ലെവല് വല്ലാതെ ഡൗൺ ആയി. ഇത് രണ്ടും താൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അപ്പുവിന്റെ ഭാവി പരിപാടി എന്താണെന്ന് അറിഞ്ഞിട്ട് VPക്ക് പ്രത്യേകിച്ച് വല്ല നേട്ടമുണ്ടോ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അപ്പു നമ്മളോട് ആരോടും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം മുതൽ തിരിച്ചു വന്ന ഇന്ന് വരെയുള്ള അപ്പുവിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് BP അറിഞ്ഞോ? VPയോടോ എന്നോടോ അപ്പു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ തന്നെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താ നേടാനുള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പു എന്താണോ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെന്തായിരുന്നാലും പ്രാവർത്തികമാക്കാനുള്ള കഴിവും തന്റെയോ അപ്പുവിനുണ്ട്. നമ്മുടെ അഭിപ്രായം ഇനി അപ്പു ഒരിക്കലും സ്വീകരിക്കണമെന്നില്ല. പിന്നെ സ്വയം ആശ്വസിക്കാൻ VPക്ക് വേണമെങ്കിൽ കുറച്ച് ഗൈഡ് ലൈൻ കൊടുക്കാം. പക്ഷേ അതൊന്നും അപ്പു ഉൾക്കൊള്ളാതിരിക്കുകയും അവഗണിക്കുകയും ചെയ്യുമ്പോൾ VPക്ക് സങ്കടം തോന്നുന്നില്ലേ? അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ടിയിരുന്നില്ലെന്ന് തോന്നും. ആ സങ്കടം ഞാൻ കുറച്ച് നേരത്തെ ഒഴിവാക്കി, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അപ്പുവിനെ ഇൻസൾട്ട് ചെയ്തിട്ട് ഒന്നും നേടാനില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പുവിന്റെ സെൽഫ് കോൺഫിഡൻസ്. രാത്രി ഒരു പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവളെയും വിളിച്ചിറക്കി ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയി എന്തിനു വേണ്ടിയാണെങ്കിലും താമസിക്കാൻ അപ്പുവിന് തോന്നിയൊരു കോൺഫിഡൻസ് ഇല്ലേ? ആ കോൺഫിഡൻസ് അതിലും 1000 ഇരട്ടിയായിട്ട് അപ്പുവിൽ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഈ പ്രവൃത്തി അപ്പുവിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്ന് VP ഒരു കാരണവശാലും പേടിക്കണ്ട. ഇതൊക്കെ ഒരു വാദത്തിന് വേണ്ടി പറയാന്നേ ഉള്ളൂ. താൻ അവിടുന്ന് എഴുന്നേറ്റ് പോയത് അപ്പൂനെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് കണ്ടിരുന്നവനാണ് ഞാൻ. അപ്പു ധൈര്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാനും താനും അപ്പുവിനോട് ക്ഷമിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാ. പക്ഷെ അപ്പു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ അവന് നേരെ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് അവന്റെ സെൽഫ് കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കും. അത് ഉറപ്പാക്കിയതാ. നമ്മളാൽ സഹായിച്ചില്ലെങ്കിലും മുന്നോട്ടുള്ള അപ്പുവിന്റെ മാർഗത്തെ തളർത്താതിരുന്നൂടെ? VP എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? അപ്പുവിന്റെ ജീവിതത്തെ
എന്റെ ഒരു വാക്കും പ്രവൃത്തിയും പ്രതികൂലമായി ബാധിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ ഞാൻ ഇപ്പൊ അവനെ ഒഴിഞ്ഞു മാറുന്നത്. അല്ലാതെ അവനോട് എനിക്കൊരു സ്നേഹക്കുറവുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ലല്ലോ ഗീത. തന്റെ മനസ്സെന്താണെന്ന് അപ്പനും കൂടി മനസ്സിലാവണ്ടേ? അതെന്റെ കൺസേൺ അല്ല. എല്ലാവരും പറയും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന്. പക്ഷെ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്ന് അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ. ഞാനത് കുറെ അനുഭവിച്ചിട്ടുണ്ട് VP. ആദ്യം VPയിൽ നിന്ന്, ഇപ്പതാ എന്റെ മകനിൽ നിന്ന്. ഇതിനൊക്കെ കാരണം അപ്പുവായിരുന്നു. പക്ഷേ അപ്പു എന്റെ സ്നേഹത്തെ അവഗണിച്ചതിന്, അമ്മ എന്ന സ്ഥാനത്തെ ഒരു വിധിയുടെ റോളിലേക്ക് ചുരുക്കിയതിന് എനിക്കിനി ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതില് ആരും അസ്വസ്ഥരായിട്ട് പരിഭവപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല. VP പോയി കിടന്നോ, ഞാൻ കുറച്ചേരം തനിച്ചിരുന്നോട്ടെ. ഹലോ. ആ മമ്മി, എന്തെടുക്ക? ജോലിയിലാണോ? ഏയ് അല്ല, ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വെറുതെ ഇരിക്കുക. നിങ്ങൾ ഇറങ്ങിയോ അവിടുന്ന്? ഇല്ല മമ്മി, ഇന്ന് ഞങ്ങള് ഇവിടെ തങ്ങാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി. ഞാനത് നിന്നോട് പറയാനിരിക്കായിരുന്നു. എന്തുപറ്റി പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. അശ്വതി മുരളിയൊക്കെ എന്തു പറയുന്നു? എന്നോട് രണ്ടുപേർക്കും അത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാളുവിനോട് അത്രയ്ക്ക് തെളിഞ്ഞു മിണ്ടുന്നൊന്നുമില്ല. അത് സാരമില്ല. ആ തെളിച്ചക്കുറവൊന്നും നീ കാര്യമാക്കണ്ട. എനിക്കറിയാം മമ്മി, ഒരു മഞ്ഞൂരുകലിന് വേണ്ടിയാ ഞാനിന്നിവിടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചത്. അതെന്തായാലും നന്നായി. ഞങ്ങള് നാളെ രാവിലെ അങ്ങ് വരാം മമ്മി. വേണ്ട വേണ്ട, രാവിലെ ധൃതി പിടിച്ചൊന്നും ഇറങ്ങണ്ട. സാവകാശം വന്നാ മതി. ഇവിടെ വന്നിട്ടിപ്പോ വലിയ അത്യാവശ്യമൊന്നും സാധിക്കാനില്ലല്ലോ. ശരി ജോബിൻ, നാളെ ഇറങ്ങുമ്പോ വിളിക്കേ. ഓക്കെ മമ്മി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരാ ഡേസമ്മ വിളിച്ചത്? ജോബിനാ. എന്നതാ കാര്യം? അവരിന്ന് മാളുവിന്റെ വീട്ടിൽ തങ്ങുകയാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അത് ശരി. കണ്ണിന് നേരെ കണ്ടു കഴിഞ്ഞാ കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറഞ്ഞവര് ഇപ്പൊ മോളെ മടക്കി കക്ഷത്ത് വെച്ചേക്കുന്നു. ഡേസമ്മോ, ഇനി എല്ലാവരുടെയും മുന്നിൽ മണ്ടം കളിക്കാൻ നീയും നിന്റെ മോനും നിന്നു കൊടുക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവരൊന്ന് രണ്ട് ദിവസം അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ത് ഭൂകമ്പം ഉണ്ടാകാൻ അമ്മച്ചി? അതൊക്കെ നിനക്ക് ഇപ്പൊ അങ്ങനെ തോന്നും. പക്ഷെ മോള് തോന്നിയാസം കാണിച്ചപ്പോ അവരെന്തൊക്കെയാ പറഞ്ഞതെന്ന് നീയും നിന്റെ മോനും മറന്നുപോയോ? പെണ്ണിനെ അവളുടെ ഇഷ്ടത്തിന് കയറൂരി വിടാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിതം പച്ച പിടിപ്പിക്കാൻ പറ നിന്റെ മോനോട്. അതായ എല്ലാവർക്കും നല്ലത്. അമ്മ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഇപ്പോഴും എന്നോട് പിണക്കത്തിലാണോ? എല്ലാത്തിനും ഞാൻ സോറി പറഞ്ഞില്ലേ അമ്മ? എന്നിട്ടും എന്നോട് എന്താ മിണ്ടാത്ത? അമ്മ എന്നൊന്ന് വഴക്ക് പറയുമെങ്കിലും ചെയ്, അല്ലെങ്കിൽ ഒന്ന് തല്ല്. അങ്ങനെ ചെയ്യുമ്പോ അമ്മ എന്നോട് ക്ഷമിച്ചോന്ന് ഞാൻ കൂട്ടിക്കോളാം. തല്ലാനുള്ള പ്രായത്തിൽ ഒരു ഈർക്കിലിക്കമ്പ് കൊണ്ടുപോലും ഞാനും മുരളിയേട്ടനൊന്നും എന്നെ തല്ലി നോവിച്ചിട്ടില്ല. അതിനുള്ള മനസ്സിപ്പോഴും ഞങ്ങൾക്കില്ല. നിന്റെ കണ്ണു നിറഞ്ഞ മുഖം ഒന്ന് വാടിയ ഞങ്ങക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാ. എന്നിട്ടും നീ അതൊന്നും കാണാതെ പോയല്ലോ മാളു. അത്രമേൽ ഞങ്ങൾ നിന്നെ സ്നേഹിച്ചിട്ടും നീ ഞങ്ങളെ വേദനിപ്പിക്കാവുന്നതിന്റെ പരമാവധി വേദനിപ്പിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായി ഞാൻ നിന്റെ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നു. ഈ കാലത്തിൽ ഒരിക്കൽ പോലും ഒരു സാഹചര്യത്തിലും നിന്റെ അച്ഛൻ ഒരു തുള്ളി മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല.